മറ്റൊരു പോസ്റ്റ് പോലെയല്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ പരമാധികാരിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM എത്രമാത്രം 941 പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിയിലും എത്രമാത്രം ഭരണപരമായി അവർ നമ്മളെ ബുദ്ധിമുട്ടിച്ചു എന്ന് നമുക്കറിയാം. അശാസ്ത്രീയമായി വാർഡ് വിഭജനം നടത്തി എല്ലാം തരത്തിലും പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു പദവിയാണ്. ഇത് മാത്രമല്ല, 2029 കേരളത്തിലെ പാർലമെൻറ്റ് സീറ്റുകളുടെ എണ്ണം 20-ൽ നിന്നും 30 ആവുകയാണ്. 140-ൽ നിന്നും 220 ആയി അസംബ്ലി വരികയാണ്. അങ്ങനെ വരുന്ന ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ അതിൻ്റെ കൺവീനറും അതിൻ്റെ സ്ഥിരാംഗവുമായി വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇദ്ദേഹത്തെ മാറ്റണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു കാര്യം തുറന്നു പറയാണ്. ഇപ്പോൾ നമ്മുടെ ഏജിനെ വെച്ചു, ഒറ്റ മന്ത്രിസഭയിൽ തീരുമാനിച്ചാൽ മാറ്റാം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പി എനെ വെച്ചു, PS നെ വെച്ചു, അത് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വെച്ചു, അത് ഒറ്റ ദിവസത്തിൽ നമുക്ക് മാറ്റാം. അതുപോലെ മറ്റ് സർക്കാർ വക്കീൽമാരെ വെച്ചു, അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് മാറ്റാം. പക്ഷേ ഇത് മാറ്റാൻ പറ്റാത്ത തസ്തികയാണ്. ഇത് നമുക്ക് ഇംപീച്ച് ചെയ്യണം. ഇംപീച്ച് ചെയ്ത് അത് ഗവർണറും രാഷ്ട്രപതിയും അംഗീകരിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ മാറ്റാൻ കഴിയുള്ളൂ. അത്രയും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് ഇത്ര അവധാനതയില്ലാതെ ഒരു പഴയകാല SFIക്കാരനെ ഇപ്പോഴത്തെ പുതിയ സംഖ്യയെ, അതും അറിയപ്പെടുന്ന സംഖ്യയെ വെച്ചാൽ എന്ത് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് പാർട്ടിയിൽ? കഴിഞ്ഞ 10 വർഷമായി പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്ത ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പ്രതീക്ഷയാണ് കേരളത്തിലെ ഭരണം. അത് മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശനാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും അത് ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഈ ഒരു നടപടി ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടി. ഈ പദവി നഷ്ടപ്പെട്ടാൽ പാർട്ടിക്കുണ്ടാവുന്ന ഒരു വലിയ തിരിച്ചടി, അത് നമുക്ക് തീർത്താൽ തീരാത്ത പരിഹാരമായ ഒരു നഷ്ടത്തിൻ്റെ കൂപ്പുകുഴിയിലേക്ക് കോൺഗ്രസും UDFും ചാവും. ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് മുഴുവൻ SFI ആയിരുന്നു. അദ്ദേഹം KSUക്കാരനെയും KSU പ്രസ്ഥാനത്തെയും തകർക്കുന്നതിന് വേണ്ടിയാണ് മുന്നോട്ട് പോയത്. അദ്ദേഹം ജുഡീഷ്യൽ സർവീസിലേക്ക് പോകുന്നത് വരെയുള്ള കാലത്ത് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് എൻ്റെ കോടതിയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത ആളാണ്. അദ്ദേഹം ഒരു കാലത്തും UDFോ കോൺഗ്രസ്സോ ആയിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ പരിശോധിക്കണം. അദ്ദേഹം സംഘപരിവാരയുടെ കൂട്ടായ്മയിലെ സ്ഥിരം നേതൃത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വ്യക്തിയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇന്നത്തെ ദേശീയ പത്രങ്ങളിൽ, നിങ്ങൾ ദേശീയ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഹൈക്കോടതിയിലെ BJP സംഘടനക്കാർ പറഞ്ഞത് അദ്ദേഹം ഒരു ഹിന്ദുപക്ഷപാതിയാണെന്നാണ്, ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ UDFിൻ്റെ ഒരു സുപ്രധാന പദവിയിലേക്ക് UDF കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ UDFിൻ്റെ പ്രവർത്തകർക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ? അത് അവരുടെ ആത്മാഭിമാനത്തിലേക്കുന്ന ഏറ്റവും വലിയ ഒരു അവർക്ക് സഹിക്കാനാവുന്നതിലപ്പുറമായ ഒരു കാര്യമാണ്. ഞാൻ അതിനു വേണ്ടിയാണ് പോരാടുന്നത്. ഞാൻ എൻ്റെ കത്തിൽ വളരെ സങ്കടകരമായ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഞാൻ KPC ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ കത്ത് എഴുതിയിരിക്കുന്ന KPC പ്രസിഡൻ്റാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളാണ്, താഴെത്തട്ടിലുമായി ബന്ധമുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഇങ്ങനെയൊരു തീരുമാനം വന്നു എന്നത് എനിക്ക് ഖേദകരമാണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഞങ്ങളൊക്കെ അത്ര പ്രതീക്ഷയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാം അറിയുന്ന ആളാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും തെറ്റുകൾ വന്നാൽ തിരുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ തിരുത്തുമെന്ന പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്ക് എനിക്ക് പ്രതീക്ഷയാണ്. കേരളത്തിലെ ലക്ഷോപലക്ഷം കോൺഗ്രസ്സുകാർക്കും UDFുകാർക്കും പ്രതീക്ഷയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെയുള്ള തെറ്റുകൾ കണ്ടുപിടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അദ്ദേഹത്തിന് ജാള്യതയില്ലാതെ തിരുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അത് തിരുത്തണം. അത് തിരുത്തിയിട്ടില്ല എങ്കിൽ കോൺഗ്രസ് കൊടുക്കേണ്ട വില ചെറുതല്ല. അതൊരിക്കലും കോൺഗ്രസ്സിന് സഹിക്കാനാവുന്നതിൽ UDFിന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. എവിടെയെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ, തെറ്റായ രീതിയിലുള്ള ഒരു അവകാശവാദമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. മാത്രമല്ല, ഞാൻ മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി തലത്തിൽ അത് അന്വേഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനും ഒരു പാർട്ടി ഫോറം ഉണ്ടാവണം. വായ തോന്നുന്നത് കൊതക്ക് പാട്ട് എന്ന് പാർട്ടിക്ക് നിലപാടെടുക്കാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ വന്നാൽ അവനാണ് വലിയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും നല്ല ഒരു അഭിഭാഷകനെയോ ഒരു ജുഡീഷ്യൽ ഓഫീസറെയാണോ ഈ പോസ്റ്റിൽ വെക്കേണ്ടത്? ഇത് പൊളിറ്റിക്കൽ പോസ്റ്റാണ്. CPM അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്.
കഴിഞ്ഞ കാലങ്ങളിൽ UDF കാലത്തും നമ്മൾ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പൊളിറ്റിക്കലായി നമുക്ക് വെക്കാവുന്ന പോസ്റ്റുകൾ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അല്ലാതെ ഇത് ഹൈക്കോടതിയിലേക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല, ജില്ലാ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല, സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല. പൊളിറ്റിക്കൽ പോസ്റ്റ് തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് പൊളിറ്റിക്കലായി ഞങ്ങളൊക്കെ 10 വർഷം സ്ട്രഗിൾ ചെയ്തത്. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആ വികാരം ഗവൺമെൻറ് നേതൃത്വം നൽകുന്നവരും അത് ബോധ്യപ്പെടും, മനസ്സിലാക്കും, അന്വേഷിക്കും, അത് പുനഃപരിശോധന നടത്തും, അത് തിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംഖ്യയാണോ സംഖ്യയല്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരി KM ഷാജി അല്ല. അങ്ങനെ ഷാജി ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല. കേരളത്തിൽ എല്ലാവർക്കും അറിയാം സംഖ്യ ആരാണ്, വിശ്വാസി ആരാണെന്ന്. അത് തിരിച്ചറിയാൻ കേരളത്തിലെ മതേതര വിശ്വാസികളെ ഷാജി പഠിപ്പിക്കേണ്ടതില്ല. ഷാജിക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഷാജി പഠിക്കണം. ഷാജി എന്ത് അന്വേഷണം നടത്തിയാണ് അദ്ദേഹത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളത്? അദ്ദേഹം UDF ആണ് എന്ന് ഷാജി തെളിയിച്ചാൽ ഞങ്ങളെല്ലാ പരാതിയും പിൻവലിക്കാം. ഷാജിയെപ്പോലെയുള്ള ഒരു മന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഷാജിക്ക് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മന്ത്രിയായതല്ല. പാവപ്പെട്ട ആയിരക്കണക്കിന് സാധാരണക്കാരായ പ്രവർത്തകർ CPM-നെതിരായും BJP-ക്കെതിരായും അതിശക്തമായി നിലപാടെടുത്തുകൊണ്ടാണ് വന്നത്. അത്തരത്തിലുള്ള ഒരു മന്ത്രി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പെരുമാറണം. ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ടെങ്കിൽ അതിന് നിജസ്ഥിതി പരിശോധിച്ച് ബോധ്യപ്പെട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഞാനെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ശീലമല്ല. അത് ഇടതുപക്ഷത്തിൻ്റെയും BJP-യുടെയും ശീലമാണ്. ആ ശീലം തുടരാൻ ഒരു മന്ത്രിയും തയ്യാറാകരുത് എന്നാണ് വിനയപരിസരമായി ഞങ്ങളുടെ അഭ്യർത്ഥന. എന്തിനാണ് നെഗറ്റീവായി നമ്മൾ ചിന്തിക്കുന്നത്? ഞങ്ങൾക്ക് വളരെ പോസിറ്റീവാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കേരളത്തിലെ KPC പ്രസിഡന്റിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കേരളത്തിലെ KPC പ്രസിഡന്റ് പ്രവർത്തകരുടെ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ത്രാണിയുള്ള കെൽപ്പുള്ള ഒരു പ്രസിഡന്റാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ അത് തീരുമാനമുണ്ടാകുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്.